നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ സ്വയം വിലയിരുത്താറുണ്ട് എന്നെക്കുറിച്ച്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ശകലം വട്ടോട്ടോ. ഞാൻ ചെയ്യുന്ന ചില ചെയ്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നും. ഇപ്പോൾ നെടുമങ്ങാടുള്ള പോക്സോ കോടതിയിലാണല്ലോ പോക്സോ കേസിലെ 2ാം പ്രതിയായി ഞാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച 21-ാം തീയതി പോക്സോ കോടതിയിൽ വാദം, എൻ്റെ പേരിൽ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ സഹോദരനെ വാദിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് റെഡിയായി വന്നപ്പോൾ താമസിച്ചു. അതുകൊണ്ട് കാറെടുക്കാതെ സ്കൂട്ടറിൽ പോയി. ഹെൽമറ്റ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അരോചകമായ കാര്യമാണ്. വേർക്കും പെട്ടെന്ന്. വേർത്താൽ എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരും. എന്നാലും സ്കൂട്ടറിലാണ്, ആക്റ്റീവിലാണ് പോയത്. പെട്ടെന്ന് വാദം കഴിഞ്ഞു. സഹോദരനെ വാദിച്ച് 4ാം സാക്ഷിയെ വാദിച്ചു. 5 വന്നില്ല, 6 വന്നു, 6നെ എടുത്തില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വരികയാണ്. നല്ല വെയിലാണ്. അങ്ങനെ നെടുമങ്ങാട് നിന്ന് കുറച്ച് ദൂരം വരുമ്പോൾ എൻ്റെ തല വീർത്തിട്ട് എനിക്ക് ഓടിക്കാൻ വയ്യ. ഞാനങ്ങനെ റോഡിൻ്റെ ഒരു സൈഡിൽ ആക്റ്റീവ നിർത്തിയിട്ട് റോഡിന് എതിർവശത്ത് ഒരു വലിയ മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ ചോട്ടി വന്ന് വേർപ്പൊക്കെ തുടച്ച്, കർച്ചീഫ് കൊണ്ട് തുടച്ച് ഞാൻ അവിടെ കുറേ നേരം നിന്നു. അപ്പോൾ ഒരു വെൽ ഡ്രസ്സിൽ, പാൻറ്റിൽ ഷർട്ടൊക്കെ ഇൻ ചെയ്ത് ഒരു മനുഷ്യൻ, ഒരു പാവം ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ ലോട്ടറിയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാനിങ്ങനെ മരത്തിൽ തണലത്ത് ഓരം പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും അവിടെ നിന്നു. കാരണം നടന്നു വരുന്നില്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഒരു തൊപ്പി വയ്ക്കാത്തേ എന്ന് ചോദിച്ചു. സാറേ, തൊപ്പി വെച്ചാൽ വയ്യാതാവും സാറേ, ഇതൊന്നുമില്ലെങ്കിലും വേർക്കുമ്പോൾ തുടച്ചു കളഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ എന്നോട് സംസാരിച്ചു. 5ാം കല്ലുകാരനാണ്. അവിടെ 10ാം കല്ല്, 5ാം കല്ല് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ലോട്ടറി കച്ചവടം ഭാഗ്യമില്ലാത്തൊരു കച്ചവടമാണ് സാറേ. ഞാൻ അങ്ങനെ പറയരുത്. കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, നടക്കാൻ വയ്യാത്ത എത്രയോ ആയിരങ്ങൾ ജീവിക്കുന്ന ഇപ്പോൾ ഇതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയ, ചെലവിന് കൊടുക്കാത്തതുകൊണ്ട് മക്കൾക്ക് വേണ്ടാത്ത, ഭാര്യയ്ക്ക് വേണ്ടാത്തവരൊക്കെ ഇപ്പോൾ ഇതുകൊണ്ടല്ലേ ജീവിക്കണം. അതുകൊണ്ട് അങ്ങനെ ഭാഗ്യമില്ലാത്തതെന്ന് പറയരുത്. അല്ല സാറേ, നമ്മൾ ഈ ടിക്കറ്റ് വിൽക്കാൻ പോകുന്നത് നമുക്കേ അറിയാവൂ. ആളുകൾ വിളിക്കുന്ന തെറി. ഞങ്ങളുടെ അതെന്ത് സാറേ, ഇതിൻ്റെ മെയിൻ ഏജൻസികളുണ്ട് സാർ, അവർ കോടീശ്വരന്മാരാവും. പിന്നെ സർക്കാരും. ഞാൻ പറഞ്ഞു, സർക്കാർ കോടീശ്വരനായാലേ നമുക്ക് മരുന്നും കുട്ടിയൊക്കെ വിദ്യാഭ്യാസവും നിയമപാലനത്തിന് പോലീസിനും ഒക്കെ ശമ്പളം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സർക്കാർ കുറേ ഉണ്ടാക്കട്ടെ. അങ്ങനെയല്ല സാറേ. ഇപ്പോൾ സെയിം ടിക്കറ്റ് ഉണ്ട് സാറേ. സെയിം എന്ന് പറഞ്ഞാൽ 10 സീരീസ് എന്തോ ഇറക്കുമ്പോൾ അതിൽ ഒരേ നമ്പർ, അങ്ങനെ സെയിം ടിക്കറ്റാണ് സാറേ ഞാൻ വിൽക്കുന്നത്. അങ്ങനെ വിറ്റാലേ സാറേ, ഒരു സെയിം ടിക്കറ്റിൻ്റെ ആ ഗ്രൂപ്പിന് 5000 രൂപ അടിച്ചാൽ 12 5 60 60,000 രൂപ കിട്ടിയാൽ എനിക്ക് 6000 രൂപ കിട്ടും സാറേ. ഒരു ടിക്കറ്റിൽ നിന്ന് 500 രൂപ വെച്ച് കിട്ടും. പക്ഷേ അടിക്കുന്നില്ല സാറേ. അങ്ങനെ അടിച്ചിരുന്നുവെങ്കിൽ വിൽക്കുന്ന ഞമ്മക്കും സന്തോഷം, വാങ്ങുന്നവർക്കും സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് നേരം ലോട്ടറിയെക്കുറിച്ച് സംസാരിച്ചു. ഒരാവശ്യമില്ലാതെ 2 പേർക്കും വേർപ്പെന്ന് അറിയപ്പോൾ പോകാം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ എൻ്റെ മുന്നിലൂടെ അങ്ങോട്ട് പോയി. അതേ പോയ സ്പീഡിൽ ഓട്ടോറിക്ഷ പുറകിലേക്ക് വന്നു. എൻ്റെ അടുത്തുകൊണ്ട് നിർത്തി. 3 പേര് ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടി ഇറങ്ങി. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് നടക്കുന്ന ആളാണ്. കാരണം എവിടുന്നും എനിക്കൊരു അറ്റാക്ക് വരാം. അത്രയും ശത്രുക്കളുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഞാനതുകൊണ്ട് എവിടെ പോയാലും ഒന്ന് പ്രിപ്പയർഡായേ പോവുള്ളൂ. പരിചിതരല്ലാത്ത ആരെങ്കിലും നമ്മുടെ സമീപത്തൊക്കെ വന്നു നിന്നാൽ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചേ നിൽക്കുകയുള്ളൂ. കാരണം അവൻ ഒരു ഇടി ഇടിച്ച് 2ാമത്തേന് കൈ പൊക്കുന്നതിന് മുമ്പ് അവനൊരു ചവിട്ട് ഞാൻ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്ലാൻ ചെയ്ത് നിൽക്കാറുള്ളൂ. ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് 3 പേരിറങ്ങി. അതിലൊരാൾ ചോദിച്ചു, ദിനേശ് സാറല്ലേ? അവൻ അതെ സാറേ. ഒരു നല്ല ഹൈറ്റുള്ള പയ്യൻ, ഒരു 6 അടി 1 ഇഞ്ചൊക്കെ ഹൈറ്റ് വരുമെന്ന് തോന്നുന്നു. സാറേ, ഞങ്ങളുടെ സുഹൃത്താണ് സാറേ. ഓട്ടോറിക്ഷ ഓടിക്കലായിരുന്നു. ഒരു മാസം മുമ്പ് ആൻജിയോഗ്രാം ചെയ്തു സാറേ. ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുക അറ്റാക്ക് വരികയും ഞങ്ങളെല്ലാം കൂടി തൂക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ആൻജിയോഗ്രാം ചെയ്തു. ഇനി അടുത്ത 4 മാസം ഇവന് റെസ്റ്റാണ് സാറേ. 36 വയസ്സായി. ബിനു എന്നാണ് പേര്. വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, എത്ര കുട്ടികളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വിവാഹം കഴിച്ചിട്ടില്ല. രോഗിയായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും മകനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. സാറേ, അടുത്ത 4 മാസം അവന്, അമ്മയ്ക്കോ അവനും മരുന്ന് വാങ്ങിക്കാനോ ആഹാരം കഴിക്കാനോ ഒരു നിവൃത്തിയില്ല സാറേ. ഒരു പണിക്ക് പോകാൻ പറ്റില്ല. അന്നെന്നുള്ളത് കൊണ്ട് കഴിഞ്ഞിരുന്നവരാണ് സാറേ. അമ്മയും രോഗിയാണ്. സാറിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ എന്ത് സഹായം? അല്ല, സാറിൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ സാർ ഒരുപാട് പേരെ സഹായിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് സാറേ ഇവ ഇപ്പം ജീവിക്കുന്നത്.
എന്നും ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല സാറേ. അപ്പോൾ നല്ല ആത്മാർത്ഥമായ 2 സുഹൃത്തുക്കൾ, ഒരാൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, ഒരാൾ ഈ ബിനുവിൻ്റെ കൂടെ പുറകെ ഇരിക്കുന്നു. ആശുപത്രിയിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ നിയമം അനുസരിച്ച് ഒരാളിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പരോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കൊടുത്തു, ഒരു കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി 35 ലക്ഷം രൂപ പിരിക്കുന്ന ഒരു കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ വിഷ്വലും എല്ലാം കൂടെ ഇട്ട് ഒരു എപ്പിസോഡ് ചെയ്തു. ആ എപ്പിസോഡെ യൂട്യൂബ് മാറ്റി കളഞ്ഞു. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, മേലാൽ ഇത്തരം പരസ്യങ്ങൾ ഇടരുതെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നത്. ഞാൻ നോക്കട്ടെ, ബിനു എന്നെ വിളിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. ബിനു പിന്നെ 2-3 ദിവസം തുടർച്ചയായിട്ട് വിളിക്കുന്നത് അയാൾ ഇല്ലായ്മ കൊണ്ടായിരിക്കാം. ഞാൻ സത്യസന്ധമായി അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇനി അയാൾ റോങ് ആണോ എന്നും എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാനും പോയില്ല. ബിനുവിന് എന്തെങ്കിലും ഒരു സഹായം, 4 മാസം ഓണമൊക്കെ വരെയല്ലേ. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓണത്തിന് എത്രയോ രൂപ അടിച്ച് പൊളിച്ച് കളയും. ഒരു 100 രൂപ വെച്ച്, എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ, അതിന് ഇതിൽ പറഞ്ഞ നിയമം തെറ്റുമെന്ന് എനിക്കറിയണ്ട. 9847061250 ആണല്ലോ എൻ്റെ നമ്പർ. ആ നമ്പറിലേക്ക് ഒരു 100 രൂപ വെച്ച് അല്ലെങ്കിൽ ഒരു 50 രൂപ വെച്ച് 1000 പേരിട്ടാൽ, നമ്മുടെ 2,15,000 സബ്സ്ക്രൈബേഴ്സുണ്ട്, 1000 പേരിട്ടാൽ ബിനുവിനൊരു 3-4 മാസം കഴിയുന്നവർ, ഞാൻ നിർബന്ധിച്ച് ആരോടും പറയില്ല, 50-100 രൂപ വെച്ച് ഈ നമ്പറിലേക്ക് ഇട്ട് തന്നാൽ ഞാൻ ബിനുവിനെ ഏൽപ്പിക്കാം. ബിനു ഇന്നലെയും വിളിച്ചു. ഞാൻ പറഞ്ഞു, ബിനു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെപ്പറ്റി എങ്ങനെ പറയാമെന്ന്. ഇങ്ങനെ യൂട്യൂബിൻ്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്നൊക്കെ ഞാൻ അയാളുടെ ഡീറ്റെയിലൊക്കെ പറഞ്ഞു. എന്തെങ്കിലും സഹായിക്കാൻ കഴിയുന്ന ഈ ഓണക്കാലത്ത് നമ്മളെപ്പോലെ തന്നെ ബിനുവും അവൻ്റെ അമ്മയും ജീവിക്കട്ടെ, നന്നായിട്ട് ഓണം ആഘോഷിക്കട്ടെ എന്ന് മനസ്സ് തോന്നുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നവരിലുണ്ടെങ്കിൽ ഒരു 100 രൂപ വെച്ച് എൻ്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചു തരൂ. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം, വീണ്ടും സിനിമാ വാരഫലത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രോഗ്രാം സീരിയസ് ആയി കാണുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളതിനുള്ള ഉദാഹരണം ഞാൻ ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വളരെ ശ്രദ്ധയോടെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയല്ല, ഈ ആഴ്ച തന്നെ, കഴിഞ്ഞ ബുധനാഴ്ച പോയ ബാലകൻ നായരെക്കുറിച്ച് ചെയ്ത പ്രോഗ്രാം നിങ്ങൾ കണ്ടിരിക്കും. ആ പ്രോഗ്രാമിൽ ഷൊർണൂരിൽ അദ്ദേഹം അന്തി ഉറങ്ങുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡിനോ, ഒരു നാട്ടുവഴിയാണ്, ആ വഴിക്കോ ഒരിടത്തും ബാലകൻ നായരുടെ ഒരു പേര് പോലും വയ്ക്കാൻ, ആ റോഡിന് പേരിടാൻ ആരും തയ്യാറായില്ല എന്നും, അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകമില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡില്ല, ഒന്നുമില്ല. ബാലകൻ നായർ എന്ന് പറഞ്ഞ ആൾ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു പോലും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക സംഘടനകളും സാംസ്കാരിക വകുപ്പും ഒന്നും ആലോചിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ പ്രോഗ്രാം കണ്ട അനീഷ് പിള്ള എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കോഴിക്കോട്ട് ഒരു അപ്രധാന റോഡിന് ബാലകൻ നായരുടെ പേര് നൽകിയിട്ടുണ്ട് എന്ന് എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുമെങ്കിൽ അയച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ പോയി ആ റോഡിൻ്റെ ബോർഡിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അനീഷ് പിള്ള തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. സൈനിക് റെസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന റോഡിലാണ് കോർപ്പറേഷൻ ബാലകൻ നായരുടെ നാമകരണം നടത്തിയിരിക്കുന്നത്. അപ്രധാനമായി ചെവരി ചേർത്ത് അങ്ങനെ വച്ചിരിക്കുന്നത്, ആരും വായിക്കുകയൊന്നുമില്ല. കോഴിക്കോട് നടക്കാവ് റോഡിലാണ് ഈ ബോർഡ് ഇരിക്കുന്നത്. ഒരു ദേശീയ പുരസ്കാര ജേതാവിനെ, മലയാളി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു അഭിനേതാവിനെ ഇങ്ങനെ മാത്രം കണ്ടാൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. സത്യമാഷിന് സിംഹാസനം ഒരുക്കുന്ന തിരക്കിനിടയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർക്ക് ഒരു ബെഞ്ച് പോലും എടുത്തിട്ട് കൊടുക്കാത്ത നന്ദിയോട് കാണിച്ചവരാണ് മലയാളികളെന്ന് നെടുപടി വേണിച്ചേട്ടൻ പറയുമായിരുന്നു. ചിലർക്ക് വാരിക്കോരി നൽകും, മറ്റു ചിലർക്ക് അർഹതപ്പെട്ട മറ്റു ചിലർക്ക് ഒന്നും കൊടുക്കില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബാലകൻ നായരോട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് ചെയ്തതെന്ന് ഞാൻ പറയും. എന്തായാലും അനീഷ് അഭിനന്ദനം അർഹിക്കുന്നു. കോഴിക്കോട് നടക്കാവ് റോഡിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് എനിക്കെടുത്ത് അയച്ചു തന്നു. അതാണ് ഞാൻ ഇതിൽ കാണിക്കുന്ന ആ ബോർഡ്. നമുക്ക് സിനിമ വാരഫലത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ലക്കം വാരഫലത്തിൽ കൊല്ലം തുളസിയെപ്പറ്റി പറഞ്ഞിരുന്നു ഞാൻ. ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യൂ എന്നുള്ളൊരു കഥ. ഈ ആഴ്ചയും ഒരു കാര്യം തുളസി ചേട്ടനെ കുറിച്ച് തന്നെ പറയാനുണ്ട്. മോശമല്ലാത്തൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്ന ആളായിരുന്നു തുളസി ചേട്ടൻ. കോർപ്പറേഷനിലുമായിട്ട് സിനിമയുടെ പളപളപ്പിലുണ്ടായിരുന്ന ഉദ്യോഗം വലിച്ചെറിഞ്ഞ് ഒടുവിൽ ജീവിക്കാൻ ഗത്യന്തരം ഇല്ലാതെ പോയ പലരെയും എനിക്കറിയാം.
പക്ഷേ തുളസി ചേട്ടൻ അത്തരം ഒരു മണ്ടത്തരം കാണിച്ചില്ല. അദ്ദേഹം പെൻഷനാവുന്ന ഒരു അഭിനയത്തിനിടയിൽ നല്ല തിരക്കുണ്ടായിരുന്നപ്പോഴും ലീവ് എടുത്താണ് അഭിനയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിത സായാഹ്നത്തിൽ ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട ഗതികേട് അദ്ദേഹത്തിന് വന്നിട്ടേ ഇല്ല. മാന്യമായ പെൻഷൻ ഉണ്ടല്ലോ. സിനിമയിൽ നിന്നും മോശമല്ലാതെ സമ്പാദിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് വലിയ ശാലയിൽ മോശമല്ലാത്ത ഒരു നല്ല വീടും സ്വന്തമായുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊരു പറ്റി. ബുദ്ധിമാനായ കുയിൽ കാക്കയുടെ കൂട്ടിൽ ഈ മുട്ടയിടുന്ന കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടയിരിക്കാനൊന്നും കുയിലിന് താല്പര്യമില്ല. കുയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ സമീപത്ത് എവിടെയെങ്കിലും ഒരു കാക്ക കൂട് വയ്ക്കുകയാണെങ്കിൽ അത് നോക്കിയിരിക്കും. എന്നിട്ട് കാക്ക തൻ്റെ മുട്ടകൾ അതിലിട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും ആഹാരം തേടി പോകുന്നതിനിടയിൽ ഈ കുയിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ കൂട്ടി കയറി മുട്ടയിടും. മുട്ടയിട്ടിട്ട് കുയിലൊന്നും അറിയാത്ത പോലെ മുങ്ങും. കാക്ക തൻ്റെ മുട്ടകൾക്കൊപ്പം കുയിലിൻ്റെ മുട്ടകളെയും ചിറകിനടിയിൽ ഒതുക്കി ചൂട് കൊടുത്ത് അടയിരിക്കും. ബുദ്ധികൂർമ്മതയുള്ള പക്ഷിയാണ്. ഞാൻ അടയിരിക്കുന്നതിൽ കുറച്ച് മുട്ടകൾ തൻ്റേതല്ല എന്നറിയാമെങ്കിലും തട്ടി താഴേക്കിടാതെ സൂക്ഷിച്ച് സ്വന്തം മുട്ടയെ പോലെ തന്നെ സൂക്ഷിച്ചു വെച്ച് വിരിയിക്കുന്ന സ്വഭാവമാണ് കാക്കയ്ക്കുള്ളത്. കാക്ക നല്ല ബുദ്ധിയുള്ളതാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് പോലെ തന്നെ കുയിലിൻ്റെ കുഞ്ഞിനും വച്ചു കൊടുക്കും ആഹാരം. പറക്കാറാവുമ്പോൾ ഒരു നാൾ ഒരു കൂവൽ കൂകിയിട്ട് ഈ കുയിൽ കുഞ്ഞ് കാക്കക്കുട്ടി നിന്ന് പറന്നങ്ങ് പോവും. തന്നെ പറ്റിച്ചതിനെ പറ്റിയോ നന്ദികേടിനെ പറ്റിയോ ചിന്തിച്ച് തല പുണ്ണാക്കാതെ കാക്ക നോക്കിയിരിക്കും ആ പോക്ക്. അടുത്ത സീസണിലും ഏതെങ്കിലും ഒരു കുയിൽ വന്ന് ഇതുപോലെ തന്നെ ആവർത്തിക്കും. കാക്ക അടയിരിക്കും, വിരിക്കും, പറന്നു പോകും. തുളസിയണ്ണന് ഈ കാക്ക കുയിൽ കഥകൾ അറിയാതിരിക്കാൻ വഴിയില്ല. നന്നായിട്ട് വായിക്കുന്ന ആളാണ്. എന്നാലും കാക്കയല്ലല്ലോ, വികാരമുള്ള മനുഷ്യനല്ലേ തുളസിച്ചേട്ടൻ. അദ്ദേഹം പറയുന്നത് ഓമനിച്ച് വളർത്തിയ മകൾ പോലും പിണക്കം കാണിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പത്തനാപുരം ഗാന്ധി ഭവനിൽ അഭയം തേടിയ കഥയാണ് ഇപ്പോൾ തുളസിച്ചേട്ടൻ പറയുന്നത്. വിവാഹം കഴിഞ്ഞതോടെ മകളന്ന് അകന്നതും ഭാര്യ മകളോടൊപ്പം ചേർന്നതും മകൾ എൻജിനീയറും മകൻ ഡോക്ടറുമൊക്കെ ആയതിനാൽ അവർ ഓസ്ട്രേലിയയിൽ സെറ്റിലാവുകയും ഒന്ന് ഫോൺ ചെയ്ത് അസുഖം മാറിയോ ആരോഗ്യം എങ്ങനെ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും തിരക്കിയില്ല എന്നും ഭാര്യയും മകളോടൊപ്പം പോയതുമൊക്കെയാണ് കൊല്ലം തുളസിച്ചേട്ടൻ തൻ്റെ പരുക്ക ശബ്ദത്തിൽ പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് പാവം തോന്നും. ഗാന്ധി ഭവനിൽ കുറച്ച് കാലം അന്തേവാസിയായിട്ട് അതുകൊണ്ടാണ് ആ സമയത്ത് അദ്ദേഹം പോയി, ഭാര്യയും മോളും പോയ ആ സമയത്ത്. പക്ഷേ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടായിരിക്കും അദ്ദേഹം ഒഴിവാക്കി. നല്ല ബന്ധമുണ്ടെങ്കിലും തുളസിച്ചേട്ടൻ്റെ സ്വകാര്യതകൾ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പലതും പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇങ്ങോട്ടും ചിലത് മനസ്സ് തുറന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അകാലത്തിൽ ഭർത്താവ് മരിച്ചപ്പോൾ സുഹൃത്തിൻ്റെ ഭാര്യയെയും മകളെയും തുളസിച്ചേട്ടൻ ഏറ്റെടുത്തതാണ്. കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിട്ടതുപോലെ. ഗസറ്റ് റാങ്ക് ഉദ്യോഗസ്ഥനായ തുളസിച്ചേട്ടൻ തനിക്ക് കിട്ടുമായിരുന്ന നല്ലൊരു ജീവിതത്തെ വേണ്ടാന്ന് വെച്ചിട്ടാണ് അമ്മയെയും മകളെയും സ്വീകരിച്ചത് എന്നാണ് എനിക്കറിയാവുന്ന വിശേഷം. നേരത്തെ പറഞ്ഞതുപോലെ കുയിലി ചെയ്തതുപോലെ ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി തുളസിച്ചേട്ടാ. തുളസിച്ചേട്ടൻ എന്തായാലും അന്തസ്സാരി ജീവിക്കുകയല്ലേ, വിട്ടുകളാ. അതിനെപ്പറ്റി വീണ്ടും വീണ്ടും തല പുണ്ണാക്കി BP കൂട്ടണ്ട. അടുത്ത കഥയും ഒരു അനാഥയുടെ കഥയാണെന്ന് പറയാം. ലൗലി എന്ന് പറഞ്ഞ അഭിനേത്രിയെ TV കാണുന്ന സീരിയൽ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. 10-12 സിനിമയിലും അവർ അഭിനയിച്ചു. എൻ്റെ ഏതൊക്കെയോ സീരിയലുകളിൽ ലൗലി ബാബു അഭിനയിച്ചിട്ടുണ്ട്. നാടക രംഗത്ത് നിന്നാണ് സീരിയലിലെത്തിയത്, സീരിയലിൽ നിന്നാണ് അവർ സിനിമയിലെത്തിയത്. നാടകത്തിന് പോകുമ്പോലെ ചെറിയ ഒരു പെട്ടിയിൽ കുറച്ച് തുണികളുമായി നേരെ അവർ സെറ്റിലേക്കാണ് വരാറ്. അല്ലാതെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറയില്ല. പെട്ടിയും കൊണ്ട് സെറ്റിൽ വരും. ചിരിച്ച മുഖത്തോടെ സെറ്റിലേക്ക് കയറി വരും. നല്ല സൗന്ദര്യവും നല്ല അഭിനയബോധവും കുലീനമായ പെരുമാറ്റവുമുള്ള അഭിനേത്രി. സെറ്റിൽ ചന്തയെ പോലെ കലബല വർത്തമാനമൊന്നുമില്ലാതെ ഒതുങ്ങി ജീവിക്കുന്ന നടിയാണ് ലൗലി ബാബു. പലതും പലപ്പോഴും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. സിന്ധുവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന അഭിനേത്രിയാണ്. അവർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വാർത്തകളിലൊക്കെ കൊടുത്തിരിക്കുന്നതിൽ പറയാത്ത ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്.
എസ് എൽ പുരം സദാനന്ദൻ്റെ സൂര്യസോമയിൽ ലൗലി അഭിനയിക്കാൻ ചെന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരാളിനെ പരിചയപ്പെടുകയും ഈ ബാബുവിനെ പരിചയപ്പെടുകയും പ്രണയിച്ച് ഇരുവരും വിവാഹിതരുമായി. സിംഹം ഉറങ്ങുന്ന കാട് എന്ന നാടകം എഴുതിയ എസ് എൽ പുരം ഒരു സിംഹമായിരുന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങളുടെ വിവാഹവും പ്രണയവും ഒക്കെ സദാനന്ദ സാർ അംഗീകരിച്ച് തന്നോ എന്ന് ഞാനൊരിക്കൽ ലൗലിയോട് ചോദിച്ചു. അർത്ഥവത്തായ ഒരു ചിരി ലൗലി ബാബു ചിരിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ഏത് വിപ്ലവകാരിയുടെയും മനസ്സിൽ ഒരു ബൂർഷ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് അപ്പം തോന്നിയത്. അതുപോട്ടെ, ലൗലി നാടകത്തിൽ നിന്നും സീരിയൽ രംഗത്തെത്തി. വേഗത്തിൽ ക്യാമറയുടെ സാന്നിധ്യം പഠിച്ചെടുത്തു. ഒരുപാട് റീടേക്കൊന്നും അവർ എടുത്തതായി എനിക്ക് ഓർമ്മയില്ല. നല്ല ഡ്രസ്സിൻ്റെ ഒരു എന്താ പറയുക സെൻസുള്ള ആളായിരുന്നു ലൗലി. ഏതൊക്കെ സീരിയലിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടുന്നില്ല. അനിയാത്രയിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അടുത്ത കാലത്ത് എപ്പോഴോ ലൗലി ബാബു എന്നെ വിളിച്ചു. ഫോൺ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, സിന്ധുക്കുട്ടിയെ ഞാൻ തിരക്കിയെന്ന് പറയണേ. അങ്ങനെ പറഞ്ഞാണ് അവർ സംസാരം അവസാനിപ്പിച്ചത്. പക്ഷെ അപ്പോഴൊക്കെ അവർ വളരെ സന്തോഷവതിയായിരുന്നു. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഭാഗ്യദേവത, തന്മാത്ര, പ്രണയം, 4 പെണ്ണുങ്ങൾ, മേരിക്കൊരു കുഞ്ഞാട്, വെനീസിലെ വ്യാപാരി തുടങ്ങി 18ഓളം സിനിമകളിൽ ഇതിനിടയിൽ ലൗലി ബാബു അഭിനയിച്ചു. ഇപ്പോൾ ലൗലിയെ ഓർക്കാൻ കാരണം, ലൗലിയെ മുന്നിൽ കണ്ടാൽ കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ഒരു സൽപ്രവൃത്തി അവർ ചെയ്തത് അറിഞ്ഞപ്പോഴാണ്. ലൗലി അമ്മയ്ക്ക് ആണും പെണ്ണുമായി ഒറ്റ മോളാണ്. അച്ഛൻ നേരത്തെ മരിച്ചു. അമ്മയ്ക്കിപ്പോൾ 92 വയസ്സുണ്ട്. സ്വാഭാവികമായും ലൗലിക്ക് തോന്നുന്ന അമ്മയോടുള്ള ഇഴയെടുപ്പം ഭർത്താവിൻ്റെ മക്കൾക്കോ തോന്നണമെന്നില്ല. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായും ശയ്യാവലംബയാകുന്ന ഹതഭാഗ്യരെ നടത്തള്ളാൻ, ഇപ്പം അങ്ങനെ നടത്തള്ളലാണല്ലോ ഉള്ളത്. ഗുരുവായൂരിലോ ഓച്ചറയിലോ ഒക്കെ കൊണ്ടുവന്ന് നടതള്ളൂ. നിൻ്റെ അമ്മയെയും അങ്ങനെ ചെയ്യാൻ കെട്ടിയവൻ ഉപദേശിച്ചു. ഇനി അങ്ങോട്ടുള്ള കേരളം, എനിക്കതാണ് ഇപ്പോഴത്തെ പേടി. നമ്മുടെ വർത്തമാന കേരളം ഇത്തരം നടതള്ളലിൽ മുന്നിലെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാളിയുടെ ശരാശരി വയസ്സ് ഇപ്പോൾ 86ആണ്. നമ്മുടെ ആരോഗ്യമേഖല, ആഹാരം, മരുന്ന്, അന്തരീക്ഷം എല്ലാം ആരോഗ്യരംഗത്ത് ഗുണകരമാകുന്നു. വീടിന് വേണ്ടാത്തവർ ശല്യം പോലെ ജീവിക്കുന്നു, ചാകുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഈ അനാഥ മന്ദിരങ്ങൾ. ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ എതിർവശത്ത് 3 നിലയുള്ള ഒരു ക്രിസ്ത്യൻ ഹൈടെക് ആളുകളെ താമസിപ്പിക്കുന്ന അനാഥ മന്ദിരമാണ്. അതിലൊരാൾ ചില സമയം അദ്ദേഹത്തിന് എന്തെങ്കിലും നൊസ് വരുമ്പോൾ, വലിയ ഗേറ്റാണ്, ഗേറ്റ് എപ്പോഴും പൂട്ടിയിട്ടേക്കും വയസ്സായ ആളായതുകൊണ്ട് പുറത്തെങ്ങും പോകാതിരിക്കാൻ. ആ ഗേറ്റിൽ ഒരു കസേരയിട്ട് വന്നിരുന്നിട്ട് കൈ ഗേറ്റിനകത്തൂടെ പുറത്തേക്ക് ഇട്ടിട്ട് നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന് പറഞ്ഞ് മണിക്കൂർ കണക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഗേറ്റിൽ വെച്ചിരിക്കുന്ന കൂടിനകത്തുനിന്ന് പത്രം എടുക്കാനായിട്ട് വരുമ്പോൾ ഇദ്ദേഹം തകർത്ത മുദ്രാവാക്യമായിരിക്കും. ഞാൻ ഗേറ്റിൽ ആരുമില്ല പ്രേക്ഷകർ, ഞാൻ ഗേറ്റിൽ നിന്നിട്ട് ഇങ്ങനെ ആക്കും, പോവും. നമ്മളൊരു 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഇദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്ന ആൾ മാറി, പിണറായി വിജയൻ സിന്ദാബാദ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എവിടെയെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് ഒരു 10-70 വയസ്സൊക്കെ ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യണമെന്നേ ജീവിതം. ഇത് 70, 80, 90, 100 ഒക്കെ കടന്നു പോകുന്നു മലയാളി. അപ്പോൾ മക്കൾക്കും ചെറുമക്കൾക്കും ഒന്നും ഇവരെ വേണ്ടാതാവുന്നു. മിക്കവാറും പേരുടെ സമ്പന്നരായ ആൾക്കാരുടെ കാര്യമാണ് ഇതിൽ രസം. ഇവർ ഏക്കറിനൊക്കെ ഉണ്ടാക്കിയിടും, പക്ഷേ മക്കൾ വിദേശത്തായിരിക്കും. ഇവരിവിടെ ജോലിക്കാരെ വെച്ച് എത്ര കാലം നേരെ ജീവിക്കാൻ പറ്റും? എല്ലാം ഫോണിൽ കൂടെ കാണുകയുള്ളൂ. അമ്മച്ചി സുഖമാണോ എന്നൊക്കെ ഫോണിൽ കൂടെ ഓൺലൈനിൽ കണ്ടിട്ട് സംതൃപ്തി ഇടയിൽ മാത്രമല്ല ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, കട്ടിലൊഴിയാതെ കിടക്കുന്നത് വലിയ പ്രശ്നമാണ് എവിടെയെങ്കിലും. അതുകൊണ്ട് തന്നെ തള്ളൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏക വഴി. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞൊരു കഥ കൂടി ഇവിടെ പറയാം. ഭർത്താവില്ല, കുട്ടികളില്ല, ഒറ്റയ്ക്കാണ് ജീവിതം. സ്വന്തമായി വീടുണ്ട്, കൊച്ചു വീടാണെങ്കിലും നല്ല ക്യൂട്ടായ വീടും, മുറ്റത്ത് ആമ്പൽപ്പൂവിൻ്റെ കുളവും, അതിനകത്ത് നിറയെ മീനും,
മാവും പ്ലാവും ഒക്കെ നട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സുഹൃത്താണ് എൻ്റെ. ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള വിഷമമൊന്നും അവർക്കില്ല. ആകെ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകും, അത്രയേ ഉള്ളൂ, പ്രാർത്ഥനയ്ക്ക്. പിന്നെ മാസത്തിലൊരിക്കൽ എന്തോ ഇവരുടെ പള്ളിക്കാരുടെ അവർക്ക് ഫുഡ് കൊടുക്കുന്ന എന്തോ ഒരു ചടങ്ങുണ്ട്. അത് ചില മാസങ്ങളിൽ ഇവരെ വീട്ടിൽ വെച്ചായിരിക്കും. നന്നായിട്ട് ജീവിക്കുന്നു, മോശമല്ലാത്ത ബാങ്ക് ബാലൻസും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളാണ്. അവർ എന്താ പറയുക, സുഭിക്ഷമായി ജീവിക്കുന്നതിനിടയിലാണ് തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു സമ്പന്നമായൊരു ഫാമിലി, അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ വന്ന് ഇവരോടൊരു ആവശ്യം ഉന്നയിക്കുന്നു. അവിടെ 80 വയസ്സ് കഴിഞ്ഞ 80-90 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മച്ചിയുണ്ട്. ഈ വീടിൻ്റെ മുഴുവൻ കോടികളുടെ ആസ്തിയുടെ ഉടമ. മക്കളെല്ലാം വലിയ ലെവലിലാണ്. 4 മക്കളാണ്. ഒരു മോൻ്റെ വീട്ടിൽ 3 മാസം നിൽക്കും, കിടക്കും. അടുത്ത ഒരു മോളെ വീട്ടിൽ 3 മാസം കിടക്കും. അടുത്ത മോൻ്റെ വീട്ടിൽ 3 മാസം കിടക്കും. അടുത്തൊരു മോളെ വീട്ടിൽ. അങ്ങനെ 3 മാസമാണ് ഈ 4 മക്കളുടെ വീട്ടിൽ ജീവിക്കുന്നത്. ഈ വലിയമ്മച്ചി ഇപ്പോൾ ഈ പറഞ്ഞ ആളിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ, മകൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഗൃഹനാഥൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. 3 മാസം ഇവിടെ ഉണ്ട്. അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, വേറെ ആരെയും നോക്കണ്ട. ഈ അമ്മച്ചിയുടെ കാര്യം, അമ്മച്ചിയെ കുളിപ്പിക്കുക, അമ്മച്ചിയുടെ ഡ്രസ്സ് മാറ്റുക, അമ്മച്ചിക്ക് മരുന്ന് കൊടുക്കുക, അമ്മച്ചിക്ക് സമയത്തിന് ആഹാരം കൊടുക്കുക, ഇതൊക്കെ മാത്രം ചെയ്താൽ മതി. രാവിലെ വരണം, ഒരു 6-7 മണിയാകുമ്പോൾ വരണം. ഉച്ചയ്ക്ക് ഒരു 3 മണിക്കോ 4 മണിക്കോ വേണമെങ്കിൽ മടക്കാം. സുഭിക്ഷമായ ഭക്ഷണം തരും. 1000 രൂപ ദിവസം കൊടുക്കും. ആലോചിക്കുക, 1000 രൂപ, അപ്പോൾ മാസം 30,000 രൂപയായി. അമ്മച്ചിയെ ഞാൻ പറഞ്ഞില്ലേ, കുളിപ്പിച്ച് സമയാസമയം ഭക്ഷണം കൊടുത്ത് അമ്മച്ചിയുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പിന്നെ മരുന്ന് കൊടുത്ത് ഒരുമാതിരി കാര്യങ്ങളൊക്കെ എന്നാൽ അമ്മച്ചി ചെയ്യുകയും ചെയ്യും, സ്വയം ചെയ്യുകയും ചെയ്യും. അമ്മച്ചിക്ക് ചെറിയ പിടിവാശിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ കിടന്ന് കട്ടിൽ മൂത്രം ഒഴിച്ചാൽ കളയണേ. അപ്പോൾ ഡയാപ്പറൊക്കെ കെട്ടി അമ്മച്ചിയെ കിടത്തിയിട്ട് പോയാൽ മതി. മരുമകൾ ആ മുറിയിലേക്ക് വരേയില്ല. കൊട്ടാര തുല്യമായ വീടാണ് അമ്മച്ചിയുടെ പേര് വച്ചിരിക്കുന്നത്. അമ്മച്ചിയെ നോക്കുന്ന സഹായി ആയിട്ട് ഇപ്പോൾ പോയ ആളിനെ, എൻ്റെ സുഹൃത്തിനെ, അടുക്കളയിൽ പോലും കയറ്റില്ല. അടുക്കളയിൽ നിന്നും കാരണം നിങ്ങൾ അമ്മച്ചിയുടെ റൂമിൽ ഇരുന്നാൽ മതി, അടുക്കളയിൽ പോലും കയറ്റില്ല മരുമകൾ. അവരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം അമ്മച്ചിയുടെ തീട്ടും മൂത്രമൊക്കെ എടുക്കുന്നില്ലേ, അതുകൊണ്ടായിരിക്കാം. എന്നാൽ ഇവർക്കൊരു ജോലിക്കാരിയായിട്ട് പോകേണ്ട കാര്യമില്ല. ഒരമ്മച്ചിയോട് അമ്മച്ചിക്ക് സഹായം ചെയ്യാൻ വേണ്ടി പോയതാണ്. അമ്മച്ചിക്കും സഹായിക്കുമുള്ള ആഹാരം അടുക്കളയിൽ നിൽക്കുന്ന ജോലിക്കാരി സമയാസമയത്ത് വാതിലിൻ്റെ അവിടെ കൊണ്ട് കൊടുക്കും. അമ്മച്ചിയുടെ മറ്റ് 3 മക്കളും മരുമക്കളും ബന്ധുക്കളും ഒക്കെ അമ്മച്ചിയുടെ സുഖവിവരം അറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. അമ്മച്ചിയുടെ പേരിൽ ചുരുങ്ങിയതൊരു 100 കോടി രൂപയുടെ ആസ്തി ഉണ്ടാവാം. വരുന്ന ബന്ധുക്കളെല്ലാം അമ്മച്ചി രാജകീയ കലയിൽ കിടക്കുന്നത് കണ്ട് ചുരുങ്ങിയത് 500-1000 രൂപ വീതം ടിപ്പ് പോലെ ഈ സഹായിക്ക് കൊടുക്കും എൻ്റെ സുഹൃത്തിന്. അടുത്ത മാസം അമ്മച്ചിയുടെ ഇവിടുത്തെ പൊറുതി അവസാനിക്കുകയാണ്, കാലാവധി കഴിയുകയാണ്, 3 മാസം കഴിയുകയാണ്. അടുത്തത് മകൻ്റെ വീട്ടിലാണ് അടുത്ത 3 മാസം. അപ്പോൾ മകനും മകൻ്റെ ഭാര്യയും വന്ന് ചട്ടം കിട്ടുകയാണ് ഈ സഹായിയോട്, നിങ്ങൾ എൻ്റെ വീട്ടിലും വരണം, ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അവിടെ നിങ്ങൾ അമ്മയ്ക്ക് സഹായമായിട്ട് വരണം. അമ്മച്ചിയുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് 1000 പോരായെങ്കിൽ 2000 രൂപ തരാൻ തയ്യാറാണ് ഡെയിലി. അപ്പോൾ 60,000 രൂപ ആലോചിച്ച് നോക്കി. അമ്മച്ചി അവർക്ക് നോക്കാൻ വയ്യ, മകനും ഭാര്യയ്ക്കും മരുമകൾക്കും മോക്കും ഒന്നും നോക്കാൻ വയ്യ, അതാണ് പ്രശ്നം. അമ്മച്ചി പറയുന്നത്, നീ കൂടെ വന്നില്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ പെട്ടിയിലായ വാർത്ത നിനക്ക് കേൾക്കാമെന്നാണ്. അമ്മച്ചി നല്ല വർത്തമാനമൊക്കെ പറയും. അമ്മച്ചിക്ക് സമയാസമയം ആഹാരം, മരുന്ന്, ഒരു നേരം കുളിപ്പിക്കൽ, അന്നുള്ള വസ്ത്രം വാഷിംഗ് മെഷീനിലിട്ട് നനച്ചെടുത്ത് ഉണക്കുക, അമ്മച്ചിയെ ഉടിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ ജോലി. അതിനാണ് ഈ നല്ല ശമ്പളവും 1000 രൂപ കിട്ടുന്നത്. വേണമെങ്കിൽ 1000 കുറഞ്ഞെങ്കിൽ 2000 തരാമെന്ന് പറയുന്നത്. കാശില്ലാത്ത വീട്ടിലെ ഒരു അമ്മച്ചി ആയിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. പക്ഷേ കാശില്ലാത്ത വീട്ടിലെ അമ്മച്ചിയാണെങ്കിൽ പൊന്നുപോലെ നോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൗലിയുടെ അമ്മയുടെ ഗതിയും ഇത്തരത്തിലാകും എന്ന് പറയാം. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു മോളാണ്. എൻ്റെ അമ്മയെ ഞാൻ അനാഥയാക്കില്ല, ആക്കണ്ട എന്നാണ് എനിക്ക് ലൗലിയോട് പറയാനുള്ളത്. നീ ഒരു കാര്യം ചെയ്യ്, തള്ളയുടെ കൂടെ നീയും കൂടെ ഇറങ്ങിക്കുമെന്ന് ആ പ്രേമിച്ച് കല്യാണം കഴിച്ച ബോറൻ ഭർത്താവ് പറഞ്ഞു. ഒന്നും ആലോചിച്ചില്ല, ലൗലി അമ്മയും കൂട്ടി ഗാന്ധി ഭവനിലെത്തി. യൂസഫ് അലി ബായി എന്ന ദൈവപുത്രൻ കെട്ടിക്കൊടുത്ത 16 കോടി രൂപയ്ക്ക് കെട്ടിക്കൊടുത്ത ഒരു വലിയ 4 നില കെട്ടിടത്തിലാണല്ലോ ഇപ്പോൾ അമ്മമാർ ഉറങ്ങുന്നത് സുഖമായിട്ട്. അവിടെ ലൗലിക്കും ഭർത്താവിനും ഗാന്ധിഭവൻ്റെ എല്ലാമായ സോമരായ സാർ ഇടം നൽകി. അമ്മ ഈ ലോകം വിട്ടു പോയാലും ഇനി ഇവിടെ നിന്നൊരു മടക്കമില്ല എന്നാണ്
ലൗലി ഉറപ്പിച്ച് പറയുന്നത്. ലൗലി കലർപ്പില്ലാത്ത സ്നേഹവും സൗഹൃദവും പല പ്രായക്കാരോടുള്ള ഇടപഴകലും ഒക്കെയായി ഗാന്ധി ഭവനിൽ ഇനി ജീവിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയുടെ കാലം കഴിഞ്ഞാലും ലൗലി ഈ ബോർണായ ഭർത്താവിൻ്റെ കൂടെയും സ്നേഹം തൊട്ട് തെറിക്കാത്ത മക്കളുടെ കൂടെയും പോകരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നാളെ നിങ്ങളെയും വയസ്സാകുമ്പോൾ നടതള്ളും. അമ്മ പോയ ശേഷം തിരിച്ചു ചെന്നാൽ അതായിരിക്കും ലൗലിക്ക് കിട്ടുന്ന ഉപഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ ലൗലിയെ വിളിച്ചില്ല, എൻ്റെ നമ്പറുണ്ട്, പക്ഷേ ഞാൻ വിളിച്ചില്ല. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട ലൗലി, അമ്മയുടെ കാലം കഴിഞ്ഞാലും നിങ്ങൾ ഗാന്ധി ഭവനിൽ കഴിഞ്ഞാൽ മതി. സോമരായ സാറും അമലും എല്ലാം കൂടി നിങ്ങളെ പൊന്നു പോലെ നോക്കിക്കോളും, അവിടെ കഴിയൂ. കലാകാരന്മാർക്ക് പ്രത്യേകമായ സ്ഥാനം നൽകുന്ന ഒരിടമാണ് ഗാന്ധി ഭവൻ. അടുത്തത്, നമ്മുടെ എഴുത്തുകാരെ പറ്റി ഞാൻ പലപ്പോഴും ആലോചിക്കും, എത്ര ദീർഘവീക്ഷണമുള്ളവരാണ് നമ്മുടെ എഴുത്തുകാരെന്ന്. നിരന്തരമായി തോറ്റ് നാണം കെട്ട് വരുമ്പോഴും അരശമൂട്ടിൽ അപ്പുക്കുട്ടൻ പറയുന്ന വീരവാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. യുവത്തയിൽ ജഗതി, അരശമൂട്ടിൽ അപ്പുക്കുട്ടൻ, ഓരോ ഇതിലും തോറ്റിട്ടേ തിരിച്ചു വരുന്നത്. തോറ്റ് തൊപ്പിയിട്ട് വരുന്ന അപ്പുക്കുട്ടന് കട്ടിക്ക് കലക്കി ഹോർലിക്സ് കൊടുക്കുന്ന അമ്മ വസൂതിയോട് ചെസ്സിലും പാട്ട് മത്സരത്തിലുമൊക്കെ ഞാനായിരുന്നു ഒന്നാമൻ എന്ന ഗീർവാണം വിടുന്ന അപ്പുക്കുട്ടൻ്റെ തൊലിക്കെട്ടി എന്തായാലും കാണ്ടാമൃഗത്തിന് പോലും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ നാട്ടിൽ പൊന്നുമംഗലം അച്യുതൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഏത് ഇലക്ഷൻ വന്നാലും, പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡിലായാലും ശരി, നിയമസഭയിലായാലും ശരി, കോർപ്പറേഷനിലായാലും ശരി, പാർലമെൻറ്റിലായാലും ശരി, എല്ലാത്തിലും കയറി മത്സരിക്കും ഈ പൊന്നുമംഗലം അച്യുതൻ. അപ്പോൾ അദ്ദേഹം വളരെ വലിയ മീശയൊക്കെ വെച്ച്, കപ്പട മീശയൊക്കെ വെച്ചിട്ട് നമ്മളെ വീട്ടിൻ്റെ ഇതിൽ പോകുമ്പോൾ ഞാൻ ചോദിക്കും, സഖാവേ ഇത്തവണ ജയിക്കുമോ? അടിയൊഴുക്കില്ലെങ്കിൽ ഞാൻ ജയിക്കും പിള്ളേ എന്ന് പറഞ്ഞിട്ട് പോകും. അടിയൊഴുക്കില്ലെങ്കിൽ ജയിക്കുമെന്നാണ് അദ്ദേഹം പറയാറ്. അതുപോലെയാണ് ഈ ജഗതിയുടെ അരശമൂട്ടിൽ അപ്പുക്കുട്ടൻ. നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ചെന്ന് പ്രസിഡൻറ്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, അതൊന്നുമില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ എങ്കിലും ആകണം, ഇത് ഏതെങ്കിലും ഒന്നിൽ ജയിച്ചില്ല എങ്കിൽ എൻ്റെ ജീവിതം തന്നെ ധന്യമാകില്ല എന്ന് തോന്നി മത്സരിച്ചു. മോശമല്ലാതെ വോട്ട് വാങ്ങി തോറ്റു. ഏതെല്ലാം സംഘടനാ വിരോധികളുണ്ടോ എല്ലാവൻ്റെയും പിന്തുണ തേടി. ഞാൻ പൊളിച്ചു തരാം യവന്മാരെ, അല്ലെങ്കിൽ ഈ സംഘടനയെ പൊളിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഈ വിഘടനവാദികളെല്ലാം പിന്തുണ കൊടുത്തു. ഇല്ലേൽ ഇവന്മാരുടെ പേരിൽ പോക്കൃത്തരത്തിന് കേസുകൾ കൊടുത്ത് തോൽപ്പിച്ചു തരാൻ ഞാൻ ജയിച്ചില്ലെങ്കിൽ കാണുന്നതിൻ്റെയൊക്കെ പേരിൽ എന്നെ നോക്കി കണ്ണുരുട്ടി എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്ത് ഇവന്മാരെ തോൽപ്പിച്ചു തരാമെന്ന് പറഞ്ഞാണല്ലോ മത്സരിച്ചത്. എല്ലാ സംഘടനാ വിരോധികളും തോറ്റു. അടുത്ത പൂരത്തിന് കാണാമെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അവിടുന്ന് പടിയിറങ്ങി നേരെ ഫിലിം ചേംബറിലേക്ക് വിട്ടു. അവിടെയും സ്വാഹ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഡ്രൈവറെയും കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും ആളെ ഇറക്കിയതുപോലെ കള്ള വോട്ടുകൾ ചെയ്താണ് ജയിച്ചവർ, ഇപ്പം ജയിച്ചതെന്ന വരട്ട് ന്യായം പറഞ്ഞ് തോറ്റ് തൊപ്പിയിട്ട് അടുത്ത പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ് വിട്ടുപിടിച്ചു വീട്ടിലോട്ട്. എന്തൊരു അപാരമായ തൊലിക്കെട്ടി അരച്ചു നോക്കി. കേരള ഫിലിം ചേംബറിൻ്റെ ഔദ്യോഗിക പാനലിൽ 2 പേർ ഒഴികെ മറ്റെല്ലാവരും ജയിച്ചു. ഔദ്യോഗിക പാനലിലില്ലാത്ത സാഗ അപ്പച്ചനും മുണ്ടാടനുമാണ് എതിർപക്ഷത്ത് നിന്ന് ജയിച്ചത്. സാരമില്ല എന്ന് ഞാൻ പറയും. കാരണം ചേംബറിനെ പൂട്ടാൻ നടക്കുന്ന ദ്രോഹികളല്ല മുണ്ടാടനായാലും ശരി, സാഗ അപ്പച്ചനായാലും ശരി. അനിൽ തോമസ് ശശി അയ്യഞ്ചിറയെ തോൽപ്പിച്ച് പ്രസിഡൻ്റായി. വൈസ് ചെയർമാൻ സ്ഥാനത്ത് കാവ്യചന്ദ്രിക അസീസിനെ തോൽപ്പിച്ച് സാബു ചെറിയാൻ ജയിച്ചു. സെക്രട്ടറിയായി മമ്മി സൊഞ്ചർ ജയിച്ചു. തോറ്റത് MA നിഷാദും പർദ്ദകുമാരി. നിഷാദ് ഇനിയിപ്പം ഈ തോറ്റവർ കൊണ്ട് 3 വർഷത്തേക്ക് ശല്യമില്ല. പക്ഷേ MA നിഷാദ് ഭരണസാരഥ്യത്തിന് പറ്റിയ ആളായിരുന്നു. എതിർപക്ഷത്തായി പോയതുകൊണ്ടാണ് തോറ്റത്. അപ്പോൾ റൈറ്റ്, അടുത്ത പാട്ടുത്സവത്തിന് കാണാം എന്നാണ് ഇനി പറയാനുള്ളത്. 3 വർഷത്തേക്ക് ശല്യമില്ല. അടുത്ത കഥ, കേരളം ഭരിച്ച EMS മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ മക്കളാരും അച്ഛന് നാണക്കേടുണ്ടാക്കാവുന്ന ഒരു പണിയും പൊതു ഇടങ്ങളിൽ കാണിച്ചിട്ടേയില്ല. EMS മുതൽ പിണറായി വരെ എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമാണ് പറഞ്ഞതെന്ന് ധരിക്കേണ്ട. K കരുണാകരൻ, CH മുഹമ്മദ് കോയ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി അടക്കമുള്ളവരും ഇതിനിടയിലുണ്ടായിരുന്നല്ലോ. മന്ത്രിമാരുടെ മക്കളോ
രാഷ്ട്രീയക്കാരുടെ മക്കളോ പൊതു ഇടങ്ങളിൽ കുഴപ്പങ്ങൾ കാണിച്ച് തന്തമാർക്ക് തലവേദനയോ മാനഹാനിയോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിൽ അതൊന്നും വില പോവില്ല എന്നോ അച്ഛൻ്റെ രാഷ്ട്രീയം വേറെ എൻ്റെ വഴി വേറെ എന്നോ ആകണം മക്കളൊക്കെ ചിന്തിച്ചത്. കരുണാകരൻ്റെയും മുഹമ്മദ് കോയയുടെയും എ.കെ. ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും EMSൻ്റെ മകൻ ശ്രീധരൻ കുറച്ചു കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെങ്കിലും മക്കൾ രാഷ്ട്രീയം പോലും കേരളം പ്രോത്സാഹിപ്പിക്കുന്നതല്ല. എന്നാൽ വടക്കേ ഇന്ത്യയിലോ പലരുടെയും മക്കൾ തലവേദന ഉണ്ടാക്കുന്നതിൽ അഗ്രഗണ്യന്മാരായിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം സഞ്ജയ് ഗാന്ധി തന്നെ, ഇന്ദിരാഗാന്ധിയുടെ മൂത്ത മകൻ തന്നെ. വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ പവർ ഗ്രൂപ്പിൽ നിലനിൽക്കുന്നതാകുമ്പോൾ രാഷ്ട്രീയക്കാരുടെ മക്കളും ബന്ധുക്കളും പവർ കാണിക്കും. നമ്മുടെ സിനിമാക്കാരുടെ മക്കളും വലിയ കുഴപ്പക്കാരായിരുന്നില്ല ഇന്നലെ വരെ. തിക്കുറിശി, കൊട്ടാരക്കര, പ്രേം നസീർ, മധു, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ ഒന്നും മക്കൾ വിവാദങ്ങൾക്കൊന്നും തിരികൊളുത്തിയിട്ടില്ല. അച്ഛൻ്റെ പേര് നാറ്റിച്ചിട്ടുമില്ല. ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും പച്ചയായ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയാതെ പോയ ഒരു ഹതഭാഗ്യനാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ പറയും. അദ്ദേഹം ഇപ്പോഴും ഭരചന്ദ്രനും മാധവനും ഒക്കെ ആയിട്ടാണല്ലോ നടപ്പ്. മക്കൾക്ക് പോലും മാധവൻ്റെ പേരൊക്കെ ഇട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2 ആൺമക്കളും ഈ വഴി തെറ്റിച്ചോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അച്ഛൻ ക്യാമറ മുന്നിൽ കാണിച്ചതൊക്കെ പൊതു ഇടങ്ങളിൽ കാണിക്കുന്നത് കണ്ട് വളർന്നതിനാലാണോ അച്ഛൻ്റെ മക്കളെന്ന് പറയിപ്പിക്കാനാണോ ഈ പിള്ളേർ പതിവ് ശീലങ്ങളൊക്കെ ഇവിടെ തെറ്റിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നമ്മുടെ നടനും അവസരവാദ രാഷ്ട്രീയക്കാരനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ 2ാമത്തെ മകൻ തലസ്ഥാനത്ത് പാതിരാത്രി കാണിച്ച കോപ്രായം കണ്ടപ്പോഴാണ്. വാർത്തകളിലൊന്നും നിറയാത്ത മകനായിരുന്നു ഈ 2ാമത്തെ സന്താനം. ഒന്നിനുമില്ലായിരുന്നു. സഹോദരിയുടെ വിവാഹത്തിന് ക്ഷണിക്കാതെ വന്നവന്മാർ സദ്യ ഉണ്ടാൽ വിവരമറിയുമെന്നും അച്ഛനെ തെറി പറയുന്നവൻ ആരായാലും അവൻ്റെ വീട്ടിൽ കയറി അടിക്കുമെന്നൊക്കെ മൂത്ത സന്താനം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അവൻ ആളായപ്പോഴും ഈ ഇളയവൻ ചിത്രത്തിൽ വന്നില്ല. എനിക്ക് കണ്ടപ്പോഴും തോന്നിയിരുന്ന ഒരു പാവത്താനാണ് എന്നാണ് തോന്നിയിരുന്നത്. അച്ഛൻ കേന്ദ്രത്തിലെ പണിയില്ലാത്ത സഹമന്ത്രിയും ആരെയും എന്തും പറയുന്ന തരത്തിലെത്തുകയും അച്ഛനോടൊപ്പം ഒരു പടത്തിൽ മോന്ത കാണിക്കുകയും ഒക്കെ ആയപ്പോൾ ഈ പാവത്താന് തോന്നിക്കാണും ഗോസായിമാരുടെ നാട്ടിലാണ് ഞങ്ങളിപ്പോൾ പൊറുതിയെന്ന്. രാത്രി 12 കഴിഞ്ഞ് കാറെടുത്ത് പുറത്തു പോകുമ്പോൾ തന്ത വീട്ടിലില്ലെങ്കിൽ തള്ള ചോദിക്കണ്ടേ, മക്കളെ നീ രാത്രി എവിടെ പോകുന്നു എന്ന് ചോദിക്കണം. ന്യായമായും ചോദിക്കേണ്ടതാണ്. ശാസ്തമംഗലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ശാസ്തമംഗലം എന്ന സ്ഥലത്ത് U-ടേൺ തിരിയേണ്ട ഒരു സ്ഥലത്ത് കാറെടുക്കാൻ വന്ന, അപ്പോഴറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഒരു കോൺഗ്രസ് നേതാവ്. അയാൾ കോൺഗ്രസിൻ്റെ നേതാവ് കാറെടുക്കാൻ വന്നപ്പോൾ U-ടേണിൽ ട്രാഫിക് തെറ്റിച്ച് ഈ കാറിട്ടിരിക്കുന്നുണ്ടപ്പോൾ അയാൾ തട്ടിക്കയറിയിരിക്കാം. അച്ഛൻ രഞ്ജി പണിക്കേണ്ട തിരക്കഥയിൽ കാണിക്കുന്ന ചില പരിപാടികൾ കാറിൻ്റെ ബോണറ്റിലൊക്കെ ഇട്ടടിച്ച് എന്തൊക്കെയോ ഞഞ്ഞാപിഞ്ഞ ഡയലോഗുകളൊക്കെ വെച്ച് കാച്ചി കാറിൻ്റെ മുന്നിൽ കയറി തടഞ്ഞു നിന്നു. തലസ്ഥാനമായതിനാൽ പോലീസ് വേഗം വരുമല്ലോ. പലരും സെൽഫി എടുക്കുകയും ചെയ്യും. അതൊക്കെ ചാനലിൽ വരികയും ചെയ്തു. സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ഏമാമാർ ഊതിച്ച് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിട്ടത്രേ ഈ കേന്ദ്രമന്ത്രിയുടെ മോനെ. മുൻപ് ഒരു വാർത്ത കേട്ടിരുന്നു. അതിവിടെ സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. മലയാളത്തിലൊരു പ്രശസ്തനായ നടൻ്റെ പൊന്നുപോലെ വളർത്തുന്ന മോളെ ഈ പയ്യന് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇടയ്ക്ക് എവിടെയൊക്കെയോ കേട്ടു. എനിക്ക് ആ നടനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ലാളിച്ച് വളർത്തിയ കുട്ടിയെ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാതെ ആ ഗാന്ധി ഭവനിലാറ്റ കൊണ്ടാക്കാനേ ഞാൻ പറയും. അതിൽ കൂടുതൽ തൽക്കാലം പറയുന്നില്ല. ഒരു കുഞ്ഞു കഥയോടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ഈ CCTV ഒക്കെ വന്നോടെ പണ്ടാറവിടങ്ങാൻ വന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം സിനിമാക്കാർക്ക് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ CCTV വന്നതുകൊണ്ട് പറ്റുന്നത്. അതിൻ്റെ കൂടെ ക്യാമറ ഫോണും സിനിമാക്കാർക്ക് പാരയാവുന്നു. ഇപ്പം തന്നെ ഈ സുരേഷ് ഗോപിയുടെ മകൻ്റെയും അവിടെ ശാസ്ത്രമംഗലത്ത് രാത്രി 12 മണിക്ക് ആരോ ക്യാമറയിൽ പകർത്തിയതാണല്ലോ ഇപ്പോൾ ചാനലുകളെല്ലാം കാണിച്ചത്. അല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞാൽ ബബ്ബ അടിച്ചനെ. ഇതിപ്പോൾ തെളിവ് വിഷ്വലായിട്ട് വരുമ്പം തർക്കിക്കാൻ ഒക്കില്ലല്ലോ. അതുപോലെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. രഘുവിൻ്റെ സ്വന്തം റസിയ എന്ന സിനിമയിലൂടെ രംഗത്തെത്തിയ നടിയാണ് ലക്ഷ്മി മേനോൻ. നല്ല വൃത്തിയുള്ള മുഖമുള്ളൊരു കൊച്ചായിരുന്നു. തമിഴിൽ സുന്ദരപാണ്ഡ്യൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് തുടങ്ങിയത്.
ജിഗർതണ്ട, കുങ്കി എന്നൊക്കെ പറഞ്ഞ വലിയ ഹിറ്റായി മാറിയ പടങ്ങളുടെ നായികയായതോടുകൂടി ഈ പെൺകുട്ടി താരമായിട്ട് മാറി. വേതാളമടക്കം നിരവധി സിനിമകൾ തമിഴ് ചെയ്തു. ജോഷി സാർ സംവിധാനം ചെയ്ത ദിലീപ് നായകനായ അവതാരം എന്ന് പറഞ്ഞ സിനിമയിലെ നായികയായിരുന്നു, ദിലീപിൻ്റെ നായികയായിരുന്നു. സുന്ദര പാണ്ഡ്യനിലെ അഭിനയത്തിന് 2012 തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡും കിട്ടി. എവിടെയോ വെച്ച് ഈ നടിയുടെ ട്രാക്ക് മാറിയെന്ന് തോന്നുന്നു. പണ്ടൊരു കപ്പ്യാർ പറഞ്ഞൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ടൊരു കപ്പ്യാർ കല്യാണം കഴിച്ച് ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് കപ്പ്യാർ സന്തോഷവാനായി പള്ളി വന്നപ്പോൾ കപ്പ്യാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കപ്പ്യാരെ ദാമ്പത്യ ജീവിതമൊക്കെ എന്നുണ്ട്? സന്തോഷ സുരഭിലമാണ് അച്ചോ. എനിക്കൊരു സംശയം, ഒരാൾക്ക് 10 നല്ല ശീലമുണ്ടെങ്കിൽ, അവർക്കൊരു മോശം ശീലമുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാമോ അച്ചോ എന്ന് കേട്ടു. അല്ല, 10 നല്ല ശീലമുണ്ടെങ്കിൽ ഒരു മോശം ശീലം നമുക്ക് ക്ഷമിക്കാം. എന്തൊക്കെയാണ് 10 നല്ല ശീലങ്ങൾ? പറ കേൾക്കട്ടെ. അച്ഛാ, രാവിലെ 7:30 വെളുപ്പിന് എണീക്കും, നല്ലത്. അവൾ അടുക്കളയിലെ ചാരമെല്ലാം വാരി വെള്ളമൊക്കെ തളിച്ച് ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് പോയി കുളിക്ക് വെച്ചോ, നന്നായി. പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് അടുക്കളയിൽ കയറി ചായ ഇട്ട് എന്നെ വന്ന് പൂ പോലെ തട്ടി ഉണർത്തി എനിക്ക് കുടിക്കാൻ ചായ തരും വെച്ചോ. ചായ കുടിച്ച് തീരുന്നത് വരെ എൻ്റെ തലയിൽ ഇങ്ങനെ തഴുകിക്കൊണ്ട് നിൽക്കി വെച്ചോ, നന്നായി. ചായ കുടിച്ച കപ്പുമായിട്ട് അടുക്കളയിലേക്ക് പോകും. ഞാൻ വീണ്ടും കിടന്നുറങ്ങും. ഉറങ്ങി എണീക്കുമ്പോഴേക്കും നല്ല ചൂട് ഇഡ്ഡലിയും മുളക് കറിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നല്ല രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരും വെച്ചു. ഇങ്ങനെ 10 നല്ല കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അച്ഛൻ അതിശയമായി, കപ്പേരെ നീ ഭാഗ്യവാനാണ്, ഇത്രയും നല്ല കാര്യങ്ങൾ 10 കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പെണ്ണിനെ നിനക്ക് ജീവിതത്തിൽ കിട്ടിയില്ലേ? ആയിക്കോട്ടെ, എന്താ ഒരു മോശക്കാര്യം പറഞ്ഞത്? അത് അച്ഛൻ വേറൊന്നുമില്ല അച്ഛൻ, സന്ധ്യയായ കണ്ടവൻ്റെ കൂടെ കിടക്കും, കുഴപ്പമുണ്ടോ അച്ഛൻ എന്ന് അച്ഛനോട് കപ്പേര് ചോദിച്ചതുപോലെ 10 നല്ല കാര്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ലക്ഷ്മി മേനോൻ എന്ന് പറയാം. നല്ല തുടക്കം കിട്ടി. തമിഴിലും മലയാളത്തിലുമൊക്കെ വമ്പൻ സിനിമകൾ ചെയ്തു, സ്റ്റേറ്റ് അവാർഡും ഒക്കെ വാങ്ങിച്ചു. പക്ഷേ ചട്ടമ്പികളോടൊപ്പമാണ് ഇപ്പോൾ ഈ നടിയുടെ പൊറുതി എന്ന് തോന്നുന്നു. ബാറുകളിലൊക്കെയാണ് ചട്ടമ്പിമാരുമായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ബാറിൽ പോയിരിക്കുന്നത് എന്തായാലും കട്ടൻ കാപ്പി കുടിക്കാനല്ലല്ലോ. സ്വർണം തട്ടിയതടക്കം നിരവധി കേസുകളിൽ പ്രതിയായ മിഥുൻ മോഹൻ ആണ് ഒരു കൂട്ടുകാരൻ. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കേസുകളുള്ള വേറൊരു കൂട്ടുകാരൻ അനീഷ്, പിന്നെ ഒരു സോനമോൾ എന്നിവരൊക്കെയാണ് ഇപ്പോൾ അവരുടെ കൂട്ടുകാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പേരും ലക്ഷ്മി മേനോനും കൂടി ഒരു ബാറിൽ രാത്രി കൂടി. കൊട്ടേഷൻ ടീം അംഗവും ക്രിമിനൽ കേസ് പ്രതിയും ഒക്കെയാണ് മാഡത്തിൻ്റെ കൂട്ടെന്ന് മനസ്സിലായല്ലോ. സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി 244 ഗ്രാം സ്വർണമൊക്കെ കവർന്നവൻ കൂട്ടാളിയാകുന്നത് ഒരു നല്ല നടിക്ക് നല്ലതാണോ എന്ന് ഇത് കാണുന്നത് നിങ്ങൾ തീരുമാനിച്ചോളൂ. തട്ടിക്കൊണ്ടുപോയ അവിടെ കശപിശ കൂടി വെള്ളം അടിച്ചുകൊണ്ടിരുന്നിടത്ത് എന്തോ ബഹളം ഉണ്ടായി. എതിർമേശയിലിരുന്ന ഒരു IT കമ്പനിക്കാരനെ തട്ടിക്കൊണ്ടുപോയി. ഒരു IT കമ്പനി ഉദ്യോഗസ്ഥനാണ്. അവൻ്റെ കൂടെ ഒരു തായ്ലൻഡിലെ കൂട്ടുകാരിയും വേറെ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ 2 മോശമല്ല, അരമരം പ്ലസ് കിന്നരം എന്ന് പറയുമ്പോൾ അല്ലേ. ബാറിലാവുമ്പോൾ നിസ്സാരമായ പ്രശ്നം മതിയല്ലോ. ഐസ് കിട്ടിയില്ലാന്നോ, കപ്പലിൻ്റെ കിട്ടിയില്ലാന്നോ, എൻ്റെ ഗ്ലാസ് നീ എടുത്തെന്നോ, അല്ലെങ്കിൽ അവിടെ ഉച്ചത്തിൽ സംസാരിച്ചെന്നോ എന്തെങ്കിലും മതിയല്ലോ അടിയുണ്ടാവാൻ. പുറത്തിറങ്ങി എറണാകുളം നോർത്ത് മേൽപ്പാലത്തിൻ്റെ മുന്നിൽ വെച്ച് ഈ IT കാരനും സംഘവും തായ്ലൻഡ് പെണ്ണും 2 കൂട്ടുകാരും ഒക്കെ ആയിട്ട് പോണ കാറിൻ്റെ കുറുകെ കൊണ്ടുവന്ന് ഈ ലക്ഷ്മി മേനോൻ്റെ സംഘത്തിൻ്റെ കാർ കൊണ്ടുവന്ന് സിനിമയിൽ ഇടുപോലെ ഇട്ടു. എന്നിട്ട് ഈ IT കാരനെ തട്ടിക്കൊണ്ടുപോയി. എന്തായാലും കൂടെയുള്ള 3 പേരെയും എന്താ പറയുക, ചട്ടിയിലാക്കി പോലീസ്. പക്ഷേ ലക്ഷ്മി മേനോന് കിട്ടിയില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാമെന്ന് പറയാം. അവർ മുങ്ങിക്കളഞ്ഞു. മുൻകൂർ ജാമ്യം ഇപ്പോൾ വാങ്ങിയെന്ന് പറയുന്നു. ഇപ്പോൾ കൊച്ചിയിലെ സിനിമാ സെറ്റപ്പുകൾ ഇങ്ങനെയൊക്കെയാണെന്ന് ഏറ്റവും പുതിയ അറിവ് ലക്ഷ്മി മേനോൻ നമുക്ക് തന്നു. അപ്പോൾ നടികൾ പോലും ഇപ്പോൾ ബാറിൽ പൊറുതിയും ഗുണ്ടകളുമായിട്ടുള്ള നടപ്പും തട്ടിക്കൊണ്ടുപോകലും ഒക്കെയാണ്. ആരെ വിശ്വസിക്കില്ല. കൂടെ ഇരിക്കുന്ന ഒരാൾ കൊച്ചിയിലൊക്കെ ചെന്ന് സൂക്ഷിച്ചിരുന്നില്ല എങ്കിൽ നമ്മളെ എപ്പോൾ തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടാൽ മതി. അതുകൊണ്ടാണ് കൂടി ആവാം ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം വിട്ട് പോവാത്തത്. എന്തായാലും ഈ ആഴ്ചത്തെ വാരഫലം ഇതൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നമ്മളിനി കാണുന്ന വാരഫലം ഓണം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഡേറ്റുകളൊന്നും ഓർമ്മയില്ല. എന്തായാലും നവ്യമായ, വർണ്ണാഭമായ, കളർഫുള്ളായ ഒരു നല്ല പൊന്നോണ തിരുവർഷം നിങ്ങൾക്കെല്ലാവർക്കും, എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട്
നേർന്നുകൊണ്ട്, ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.